ഇന്ന് കടയിൽ കിട്ടുന്ന ഒട്ടുമിക്ക എല്ലാ മുട്ടായികളും ഉപയോഗിച്ച് ഒരു ബർഗർ ഉണ്ടാക്കി കഴിച്ചാൽ എങ്ങനെയുണ്ടാവും, എന്തായിരിക്കും അതിന്റെ ടേസ്റ്റ് നമുക്ക് നോക്കാട്ടെന്ന്. അതിനുവേണ്ടി ആദ്യം തന്നെ നമ്മൾ ഈ ഒരു ബണ്ണ് എടുത്തിട്ടുണ്ട്. കാരണം ബർഗർ ഉണ്ടാക്കാൻ മെയിൻ ആയിട്ടുള്ള സാധനം എന്ന് പറയുന്നത് ഈ ഒരു ബണ്ണ് തന്നെയാണല്ലോ. എന്തായാലും ആ ഒരു ബണ്ണിന് ഈ ഒരു കത്തി ഉപയോഗിച്ച് കൃത്യം നടുവിൽ കൂടെ ഒന്ന് വൃത്തിക്ക് ഇതേപോലെ ഒന്ന് മുറിച്ചെടുക്കാട്ടാ. ശേഷം ഈ ഒരു സോസ് എടുത്ത് നമ്മൾ മുറിച്ച് വെച്ച ആ ഒരു ബണ്ണിന് മേലേക്ക് ഒഴിച്ചതിന് ശേഷം നമ്മൾ ബർഗർ ഉണ്ടാക്കാൻ കൊണ്ടുവന്ന എല്ലാ മുട്ടായിനും പാക്കറ്റ് ഇതേപോലെ ഓരോന്നോരോന്നായിട്ട് പൊട്ടിച്ചതിൽ വെക്കാട്ടാ. കാണുമ്പോൾ വളരെ സിമ്പിൾ ആയി തോന്നുമെങ്കിൽ ഇത്രയും മുട്ടായി കൺമുമ്പിൽ ഉണ്ടായിട്ട് തിന്നാണ്ടിരിക്കാന്നുള്ളത് കുറച്ച് കഷ്ടപ്പാട് തന്നെയായിരുന്നു. എന്തായാലും ആ മുട്ടായിന്റെ ഒക്കെ പാക്കറ്റ് കളഞ്ഞെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ സോസ് തേച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ബണ്ണിക്ക് ഇതൊക്കെ വെച്ച് കൊടുക്കുക. അതിന് മുമ്പ് നിങ്ങൾക്ക് ഈ കാണുന്ന മുട്ടായിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഏത് മുട്ടായെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കമന്റിലൂടെ പറയണം. ഏറ്റവും കൂടുതൽ ലേക്ക് ഇടുന്ന കമന്റ് നമ്മൾ പിൻ ചെയ്യുന്നതായിരിക്കും. അങ്ങനെ നമ്മുടെ ബാക്കി പണി നോക്കാം. ആദ്യം തന്നെ നമ്മുടെ ബണ്ണിൽ വെച്ച് കൊടുക്കണം. ഡയറി മിൽക്ക് പോലുള്ള പരന്ന മുട്ടായി ഉണ്ട്. അതാ കണ്ടില്ലേ, ഇതിൽ കുറച്ച് മുട്ടായൊക്കെ ഇതേപോലെ പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അതാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഇനി രണ്ടാമത്തെ ലെയർ വെക്കട്ടെ നമുക്ക്. ഇനി രണ്ടാമത്തെ ലെയർ പറയേണ്ടത് നമ്മുടെ കിറ്റ്കാറ്റും മഞ്ചും സ്നിക്കേഴ്സ് അങ്ങനെയുള്ള മുട്ടായിക്ക് ഉണ്ട് വെച്ച് കൊടുത്ത്. ശേഷം നമ്മുടെ അവസാനത്തെ ലെയർ പറയേണ്ടത് ആ ചെറിയ മുട്ടായില്ല, അതും വെച്ച് അവസാനം ആ കേക്കും കൂടി വെച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ബർഗറിന്റെ പണി ഏകദേശം ഫുള്ളായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അവസാനം ആ ഒരു ബണ്ണും കൂടി വെച്ച് കഴിഞ്ഞപ്പോൾ കാണാനൊക്കെ അടിപൊളിയായിട്ടുണ്ട്. സംഭവം നമുക്ക് ഇനി ടേസ്റ്റും കൂടി ചെയ്ത് നോക്കാം. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയല, സംഭവം നല്ല അടിപൊളിയാണ്. നിങ്ങൾ എന്തായാലും ഇത് മസ്റ്റ് ആയിട്ട് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കി. ഞാൻ വെറുതെ പറഞ്ഞല്ല, സാധനം അമ്മാതിരി ടേസ്റ്റ് ആയിരുന്നു ആ ഒരു ബർഗർ കഴിക്കാൻ തന്നെ. കാരണം ആ സോസും ആ ബണ്ണും ആ ചോക്ലേറ്റും കൂടി ആയപ്പോൾ ഒരു രക്ഷയില്ലാത്ത കോമ്പോ അമ്മാതിരി ടേസ്റ്റ് ആയിരുന്നു. അപ്പൊ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.